ദൈവവചനത്തിൽ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ അതിൻ്റെ ജേതാക്കളെ തീരുമാനിക്കുന്നത് ദൈവം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ മുൻവിധികളോടെ പോയിട്ട് കാര്യമില്ല. അവിടെ ദൈവം ഒരാൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. അതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടത്. ഈ വർഷം എന്നെ തിരഞ്ഞെടുത്തു. അതൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു ഈ ജൂബിലി വർഷത്തിൽ പ്രതിഭയാകാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ പ്രതിഭാസ്ഥാനം കിട്ടിയില്ല, വിഷമം തോന്നിയിരുന്നു ആ സമയത്ത്? ഇല്ല, വളരെയധികം സന്തോഷം തോന്നി. കാരണം ജിസ്മോന് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി. ദൈവവചനം മാത്രം പഠിച്ച ജിസ്മോൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു എന്താ പറയുന്നത്, ദൈവവചനത്തിൽ എത്രത്തോളം ആഴപ്പെടുന്നോ ആളെ ദൈവം തിരഞ്ഞെടുക്കും എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അത് കൂടുതൽ ശക്തിയോടെ പഠിക്കാൻ ഒരു ഊർജ്ജമായിരുന്നു. കഴിഞ്ഞ 2 വർഷവും അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ ജോലിയുടെ ഇടയ്ക്ക് ഈ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്? കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, അവർക്ക് പഠിക്കാനുള്ള സമയത്ത് ഇരുന്ന് പഠിച്ചോളും. കുറച്ച് പ്രായമായ ആൾക്കാർക്ക് പിന്നെ വേറെ വർക്കൊന്നും ഇല്ലാത്തപ്പോൾ അവർക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളൊരു കുടുംബമൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നു. അല്ല, എത്ര തിരക്കുള്ള ആളാണെങ്കിൽ കുറച്ച് ഒഴിവ് സമയം ഉണ്ടാവുമല്ലോ. ആ സമയമാണ് നമ്മൾ പല കാര്യങ്ങൾക്കാണ്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ആ സമയം ഈ ബൈബിൾ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അത് എന്ന് മാത്രമേ പറയുള്ളൂ. വേറെ കാര്യങ്ങൾ ഒഴിവാക്കി. പല കാര്യങ്ങളും മൊബൈലിലൊക്കെ നോക്കുകയാണെങ്കിലും ബൈബിൾ വാക്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. മറ്റതെല്ലാം ഒഴിവാക്കി. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഒഴിവാക്കി. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങൾ, ഇപ്പോൾ ജോലി സമയത്താണെങ്കിലും വീട്ടിലുള്ള സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും, അതിന് ഇന്ന സമയമൊന്നുമില്ല. ചിലപ്പോൾ യാത്ര സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. ഞാനത് ആദ്യമൊക്കെ പറയാറുണ്ട്. ആ 1 മണിക്കൂർ യാത്രയിൽ ഞാൻ തലേദിവസമൊക്കെ പഠിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ, ഇപ്പോൾ 1 അധ്യായം 2 അധ്യായമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റിവിഷൻ നടത്തുന്നത് ഞാൻ ഈ യാത്രയിലാണ്. ഇപ്പം നമ്മൾ സ്കൂട്ടർ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പം ഇതിങ്ങനെ പറയും. എവിടെയെങ്കിലും കിട്ടാതെ വരികയാണെങ്കിൽ അവിടെ നിർത്തും, മൊബൈൽ എടുത്ത് നോക്കും, അത് തെറ്റുണ്ടോ സംശയമുണ്ടോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ 1 മണിക്കൂർ വീട്ടിൽ നിന്ന് ഈ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് എൻ്റെ പഠന സമയം ഈ വർഷം. അതാണ് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ വർഷം.